വീക്ക്ലി വിത്ത് ഐനാടൻ. ബ്രോട്ട് ടു യു ബൈ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, 1 and 2 Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടി നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് പിന്നാലെ കോവാക്സിനും പാർശ്വഫലമുണ്ടെന്ന റിപ്പോർട്ട്. കോവാക്സിൻ എടുത്ത 3 പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പഠനം പറയുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാല ഗവേഷകരാണ് പഠനം നടത്തിയത്. 2022 ജനുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെയായിരുന്നു പഠനം. ജർമ്മനി ആസ്ഥാനമായ സ്പ്രിംഗ്ലർ ഇങ്ക് എന്ന ജേണലിൽ ഇതുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സാമ്പിളായി എടുത്ത 926 പേരിൽ 50% പേർക്ക് അണുബാധയുണ്ടായതായി സ്ഥിരീകരിച്ചു. ഇവരിൽ 4 പേർ മരിച്ചു. ഈ 4 പേരും പ്രമേഹബാധിതരായിരുന്നു. 3 പേർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശ്വസനേന്ദ്രിയത്തിലാണ് ഭൂരിഭാഗം പേർക്കും അണുബാധ ഉണ്ടായത്. ഹൃദയാഘാതം, ഞരമ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ചർമ്മരോഗങ്ങൾ എന്നിവയും ഇവരിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഹീക്കോയ്ക്ക് നേരെ വെടിവയ്പ്. തലസ്ഥാന നഗരിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹാൻസ്ലോവ എന്ന സ്ഥലത്ത് വെച്ചാണ് റോബർട്ട് ഹീക്കോയ്ക്ക് വെടിയേറ്റത്. സംഭവത്തിൽ പരിക്കേറ്റ ഹീക്കോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയ നടത്തി. വെടിയുയർത്തിയ ആളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് വെടിയേറ്റത്. നിരവധി തവണ വെടിയേറ്റെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമെന്ന റിപ്പോർട്ടുണ്ട്. ആക്രമണം ഞെട്ടിപ്പിക്കുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. പ്രധാനമന്ത്രി ഉന്നമിട്ട ആക്രമി 4 തവണ വെടിയുയർത്തിയതാണ് റിപ്പോർട്ട്. നാട്ടിലെ വിശേഷങ്ങൾ. BJP വെല്ലുവിളിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്റെ നേതാക്കളെ ഓരോരുത്തരായി അകാരണമായി അറസ്റ്റ് ചെയ്യുകയാണ്. BJP ആസ്ഥാനത്തേക്ക് നാളെ വരാം, ധൈര്യമുണ്ടെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് കെജ്രിവാൾ വെല്ലുവിളിച്ചു. അവർ സഞ്ജയ് സിംഗിനെ ജയിലിലാക്കി. ഇന്ന് എന്റെ അനുയായി വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തുന്ന രാഘവ് ഛഡ്ഡയുടെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇന്നവർ പറഞ്ഞത്. സൌരഭ് ദൊരാജിനെയും അനീഷിനെയും അറസ്റ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞു. എന്തിനാണ് കേന്ദ്ര സർക്കാർ ആപ്പ് നേതാക്കളെ വേട്ടയാടുന്നത്? കെജ്രിവാൾ ചോദിക്കുന്നു. മുഴുവൻ നേതാക്കൾക്കൊപ്പം 12 മണിക്ക് തന്റെ നേതൃത്വത്തിൽ BJP ആസ്ഥാനത്തെത്താം, ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും കെജ്രിവാൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 400 സീറ്റിൽ വിജയിക്കുകയാണെങ്കിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ജനങ്ങളിൽ നിന്ന് യാതൊരു എതിർപ്പുമില്ലാതെ സർക്കാർ സംസ്ഥാനത്ത് 700 മദ്രസകൾ അടച്ചുപൂട്ടിയെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ബീഹാറിലെ ലഗ്നാഥ് പിരിയിൽ റാലി അഭിസംബോധന സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. RJD പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ കടന്നാക്രമിച്ചു. ഇത് പുതിയ ഇന്ത്യയാണ്, നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. 400 സീറ്റ് ലഭിച്ചാൽ തങ്ങൾക്ക് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ സാധിക്കും. കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കും, ഗ്യാൻ പാപ്പി ക്ഷേത്രം നിർമ്മിക്കും, മുസ്ലിങ്ങൾക്കുള്ള സംവരണം നിർത്തലാക്കും. ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ രാജ്യത്തെ ഏക സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന വാഗ്ദാനമാണിത്. വിവാഹം, വിവാഹമോചനം, ഭൂമി, സ്വത്തുക്കൾ, പിന്തുടർച്ചാവകാശം എന്നിവയിൽ നിന്ന് എല്ലാ പൌരന്മാർക്കും ഒരേ നിയമം വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് ഏക സിവിൽ കോഡ്. കേരളത്തിൽ സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 3 നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എറണാകുളം വെളമക്കര സ്കൂളിൽ മുഖ്യമന്ത്രി പ്രവേശനോദ്ഘാടനം ചെയ്യും. അടുത്ത അധ്യയന വർഷം ഭിന്നശേഷി സൌഹൃദമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഭിന്നശേഷി കുട്ടികളെ പ്രവേശിപ്പിക്കാൻ സ്കൂൾ അധികൃതർ വിമുഖത കാണിക്കുന്ന രീതിയുണ്ടെന്ന് ചില പരാതികൾ ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. പരാതികൾ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ചില എയ്ഡഡ് സ്കൂളുകളിൽ 1ാം ക്ലാസ് പ്രവേശന പരീക്ഷ നടത്തുന്നുണ്ട്. ഇത് ഗുണകരമായ രീതിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. +1 സീറ്റ് പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് ലക്ഷ്യം. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനത്തിന് അവസരമൊരുക്കും. അഡ്മിഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധിക്കുന്നതിൽ പ്രസക്തിയില്ല. പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുകത്തില്ല, ഭയപ്പെട്ട് ഓടില്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അതീവ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. വിവിധ ജില്ലകളിൽ വരും നാളുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത വാരം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ വേനൽ മഴ ശക്തമാണ്. ഇതിനിടെയാണ് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. കായിക വിശേഷങ്ങൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസണായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോഡനെ തെരഞ്ഞെടുത്തു. സീസണിൽ ഇതുവരെ 17 ഗോളുകളും 8 അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട്. പ്രീമിയർ ലീഗ് കിരീടത്തിനായി മത്സരിക്കുന്ന മാൻ സിറ്റിയുടെ അവസാന മത്സരം ഈ ആഴ്ചയാണ്. പ്രീമിയർ ലീഗ് സീസണിലെ മികച്ച താരമായത് സന്തോഷമുണ്ട് എന്ന് സിറ്റി താരം പ്രതികരിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗാണിത്. ഒരുപാട് മികച്ച താരങ്ങൾ മാൻ സിറ്റിയിലുണ്ട്. അവർക്കൊപ്പം ഈ നേട്ടം പങ്കിടാൻ കഴിയുന്നത് പോലെ കാര്യമാണെന്നും ഫോഡൻ പ്രതികരിച്ചു. സീസണിൽ എർലിംഗ് ഹാലൻഡാണ് സിറ്റിക്കായി കൂടുതൽ ഗോളുകൾ നേടിയത്. 27 ഗോളുകളാണ് ഹാലൻഡ് ഇതുവരെ വലയിലെത്തിച്ചത്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.